സുഹൃത്തുക്കളെ, നമുക്കിന്ന് പഴുങ്ങിഞ്ഞിയുടെ ശാസ്ത്രം ഒന്ന് നോക്കിയാലോ. പഴുങ്ങിഞ്ഞി നമുക്കറിയാം, ഇന്നലത്തെ ചോറ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് ഇപ്പം ഞാനിത് ഒരു മൺചട്ടിക്കകത്തേക്ക് ഒരു 2-3 കൈ ചോറിടുക. പഴയ കഞ്ഞിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പഴങ്കഞ്ഞി എന്ന് പറയാം. പച്ചവെള്ളം ഒഴിക്കുക. മൺചട്ടിയിലേക്ക് നല്ല പച്ചവെള്ളം ഒഴിക്കുക. തിളപ്പിച്ചറ്റി വെള്ളമൊന്നും ഒഴിക്കില്ലേ. പിന്നെ കുറച്ച് തൈര്, 1-2 സ്പൂൺ തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒരു രാത്രി മുഴുവൻ വെച്ചിരിക്കുക. ഇതിലേക്ക് ഒന്നും ഇടാൻ പാടില്ല. ഒരു മരത്തവി കൊണ്ട് ഇളക്കുക. ഇതിലേക്ക് മസാല ഉള്ള ഒരു കറികളും, അതുപോലെ ഉപ്പ്, ചുമന്നുള്ളിയൊക്കെ ചിലരിടും, അതൊന്നും ഇടരുത്. തൈര് മാത്രം. തൈരിനകത്ത് ഒരുപാട് നല്ല ബാക്ടീരിയ ഉണ്ട്. രാവിലെ എടുത്തിട്ട് നല്ല 2 പച്ചമുളക് കൂടെ അങ്ങോട്ട് ഞെരടി, പച്ചമുളക് നേരിട്ട് ചെടിയെന്ന് പറിക്കുകയാണ്, അടുക്കളത്തോട്ടത്തിലുണ്ട്. നല്ല പച്ചമുളക് അങ്ങോട്ട് പൈപ്പ് വെള്ളത്തിൽ കഴുകി, ഒരു കാരണത്താലും ഈ ചൂടുവെള്ളം ആറ്റിയത് ഉപയോഗിക്കില്ല. ഒരു കരിയാപ്പലയും കൂടെ എടുത്ത് കഴുകി, രണ്ടും കൂടെ നല്ലപോലെ കഴുകി ഞെരടി ഇതിനകത്തേക്ക് ഞെരടിയിട്ട് നല്ലപോലെ കഴിക്കുക. ഇതിൻ്റെ വെള്ളവും കുടിക്കുക. ഇതിനകത്ത് പ്രോബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുന്ന നമ്മുടെ ദഹനത്തിന് നല്ലപോലെ ആവശ്യമുള്ള ഒരു ബാക്ടീരിയ ഉണ്ടാകുന്നുണ്ട്. ഈ ബാക്ടീരിയ ഉപ്പോ മസാലയോ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ, മീൻകറിയോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ നശിച്ചു പോകും. ഇത് നല്ല സ്വാദോടുകൂടി അങ്ങോട്ട് കഴിക്കുക. നമ്മുടെ വയറ്റിലെ ദഹന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും.